നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എനർജി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക. ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് കരുതി ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ഈ വ്യക്തി ഖേദിക്കുന്നുണ്ടോ? ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ? നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ എങ്ങനെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്? ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതിൽ ഈ വ്യക്തി ഖേദിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെയധികം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി നിശബ്ദമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളുമായി സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ മനോഹരമായ മുഖം, നിങ്ങളുമായി ചിലവഴിച്ച മനോഹരമായ നിമിഷങ്ങൾ, നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തതും ഈ വ്യക്തി നിങ്ങൾക്ക് തന്നതുമായിട്ടുള്ള മനോഹരമായ സമ്മാനങ്ങൾ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെത്രമാത്രം മാറ്റിവെക്കണം അല്ലെങ്കിൽ ചിന്തിക്കണ്ട, പറയണ്ട എന്നൊക്കെ വിചാരിച്ചാൽ പോലും ഈ വ്യക്തിക്ക് അതിനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഊണില്ല, ഉറക്കമില്ല. എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വ്യക്തി സ്വന്തമായി ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. അത്രമാത്രം കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടിയും നിങ്ങളുടെ സ്നേഹത്തോടു കൂടിയും ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുള്ള ധൈര്യമാണ് ഒറ്റക്കെടുക്കാനുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങൾ പറയാനുള്ള മാനസിക കരുത്തും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ എനർജി നല്ല രീതിയിൽ തന്നെ ഉയർത്തിയെടുക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, അത് പ്രാർത്ഥനയിലൂടെ ആണെങ്കിലും മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല, സ്വന്തമായിട്ട് സ്വന്തം എനർജി ഉയർത്തിയെടുക്കാനാണ് ഈ വ്യക്തി തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് അത്രമാത്രം നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാനാകുന്നില്ല. ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി മനസ്സ് തുറന്നുള്ള സംസാരം ഇന്നേ വരെയും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഈ വ്യക്തി പുറകിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറകിലേക്ക് മാറിപ്പോവുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഉറച്ച തീരുമാനം എടുക്കാതെ നിങ്ങളുടെ കാര്യത്തിൽ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചധികം രീതിയിൽ തന്നെ ഒരു അക്ഷമ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ എന്തെങ്കിലും ആകട്ടെ പിന്നീടാകാം എന്നുള്ള രീതിയിൽ ഒട്ടും തന്നെ ധൃതി കൂട്ടാതെ, ഒട്ടും തന്നെ പക്വതയോടുകൂടി ചിന്തിക്കാതെ പിന്നീടാകട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിവെച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ,
ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാത്തത്? ഈ പ്രണയബന്ധത്തിൽ കൃത്യമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങളും നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് കാണുവാനോ നിങ്ങളുടെ യഥാർത്ഥ മനസ്സിലാക്കുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ കടന്നു പോയതോടുകൂടി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പലവരും ഇന്ന് ഈ വ്യക്തിയോടൊപ്പം കൂടെയില്ല. അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നു, അതിശയിപ്പിക്കുന്നു, സ്തംഭിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള മനോഹരമായ നിമിഷങ്ങൾ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അത് അബദ്ധമായി പോയല്ലോ, മണ്ടത്തരമായി പോയല്ലോ എന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഈ വ്യക്തി എപ്പോഴും സഹതപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്രയും നിധിയായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം, അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വ്യക്തി മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമില്ലാത്ത വ്യക്തികളുടെ പുറകെ പോയിക്കൊണ്ടിരുന്നത്. ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വന്തം എനർജിയെ കുറിച്ചോ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചോ എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന വളരെയധികം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ഈ വ്യക്തിക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ മുഖമാണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയോ മോശക്കേടുകൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നു, അത് മാറ്റിവെക്കണം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ ആഴമേറിയ ചിന്തകളിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു പ്രണയബന്ധവുമായി മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. മുന്നോട്ട് പോകണം, ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ വ്യക്തിക്ക് ആഗ്രഹമുള്ളത്. വേറൊരു ആഗ്രഹവും ഈ വ്യക്തിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളാണ് ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, പ്രധാനപ്പെട്ട കണ്ണി, പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി തള്ളി നീക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലോടൊന്നും ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഈ വ്യക്തിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തി തലയിടുന്നില്ല. മോശപ്പെട്ട വ്യക്തികളുമായി കണക്ട് ചെയ്യാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ജീവിതം വഴിവിട്ടു പോകും എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം വീണ്ടെടുക്കുവാനായി, അല്ലെങ്കിൽ നിങ്ങളെ പഴയതുപോലെ സ്നേഹിക്കുവാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ ഈ വ്യക്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ നല്ല മനസ്സ്, അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഒത്തുതീർപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇവിടെ പ്രപഞ്ചമാണ് ഈ വ്യക്തിയെ വെറുതെ വിടാത്തത്. കാരണം ഈ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതൊന്നും താങ്ങാനാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെ ആയാലും ഇത്തരം ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും പ്രശംസിക്കേണ്ടതും നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം അത്രമേൽ ആഴത്തിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയെല്ലാം തോന്നിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെയൊന്നും തോന്നുകയുമില്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.